പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഴ്ചതോറുമുള്ള ബൈബിൾ സ്റ്റഡിയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആ, 4 ക്ലാസ്സുകളായിട്ട് പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില പ്രധാന സത്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ സ്വതന്ത്രമാക്കുന്ന സത്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. കാരണം ആ, ഇത് പലപ്പോഴും നിങ്ങൾക്കിത് നിന്റെ ആ പറയുന്ന മെയിൻ സബ്ജക്റ്റിൽ നിന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം നിങ്ങളത് വളരെ കെയർഫുൾ ആയിട്ടുള്ള അറ്റൻഷനോട് കൂടി ഇരിക്കണം. എങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അഥവാ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ്, ഓഡിയോയോ വീഡിയോയോ കേട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളത് ആവശ്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇതെല്ലാം പുതിയ ഉടമ്പടിയുടെ കീഴിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട പുതിയ ഉടമ്പടിയുടെ കീഴിൽ വരുന്ന ദൈവമക്കൾക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി നമ്മുടെ പഴയ ഹൃദയം കർത്താവ് എടുത്തു മാറ്റിയിട്ട് നമുക്കൊരു പുതിയ ഹൃദയം തരുന്നു. നമ്മുടെ പാപസ്വഭാവത്തെ കർത്താവ് എടുത്തു മാറ്റി നമുക്കൊരു പുതിയ ഹൃദയം തരുന്നു. യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളുടെ ഉള്ളിലാക്കുന്നു. നമുക്കൊരു പുതിയ ആത്മാവിനെ ലഭിക്കുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ കേട്ടു, നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രമാവുകയാണ്, എന്നേക്കുമായിട്ട് സ്വതന്ത്രമാവുകയാണ്. അതുപോലെ തന്നെ അതേസമയം തന്നെ നമ്മൾ വിശ്വസിച്ചപ്പോൾ തന്നെ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മാത്രമല്ല സ്വതന്ത്രമായത്, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. മോശയിക ന്യായപ്രമാണത്തിൽ നിന്ന്, 10 കൽപ്പനകളിൽ നിന്ന്, അതിൻ്റെ ആചാര നിയമങ്ങളിൽ നിന്ന്, ധാർമ്മിക നിയമങ്ങളിൽ നമ്മൾ സ്വതന്ത്രരാകുന്നു. ഞാനൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ചിന്തിച്ചുകൊണ്ട്. ഇതിനൊക്കെ കാരണം ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അത് യേശുക്രിസ്തു ക്രൂശിൽ തുറന്ന ആ ജീവനുള്ള പുതുവഴിയിൽ കൂടി നമ്മൾ ആ ജീവനുള്ള പുതുവഴിയിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് നമുക്കിതെല്ലാം സാധ്യമാകുന്നത്. അന്നേരം യേശുക്രിസ്തു ക്രൂശിൽ തുറന്ന ആ ജീവനുള്ള പുതുവഴിയിൽ കൂടി നമ്മൾ ദൈവമായിട്ടൊന്നായിത്തീരുന്നു. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊന്നായിത്തീരുന്നു. മാത്രമല്ല, നമുക്ക് തമ്മിലും ഒന്നാവാനായിട്ട് തീരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. എന്നിട്ട് യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ക്രൂശിൽ വെച്ച് ചിന്തി. യേശുക്രിസ്തുവിൻ്റെ ശരീരമരണമാണ് അതിനെപ്പറ്റി, ശരീരമരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ക്രൂശിൽ വെച്ച് ചിന്തിയപ്പോൾ ദൈവം ദേവാലയത്തിലെ തിരശ്ശീല ചിന്തിക്കൊണ്ട് ആ പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും പഴയ ഉടമ്പടി ഒബ്സലേറ്റ് ആക്കുകയും ചെയ്തു. പഴയ നിയമ പൗരോഹിത്യവും പഴയ ഉടമ്പടിയും അതോടുകൂടി തീർന്നു എന്നുള്ളത് ദൈവം തന്നെ ഒരു അടയാളത്തിൽ കൂടി കാണിക്കുകയാണ്. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, വ്യക്തിപരമായിട്ട് നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിലുള്ള ആ മൂടുമടം ഇല്ലെങ്കിൽ ആ തിരശ്ശീലയിൽ നീങ്ങിപ്പോവുകയും നമ്മൾ കർത്താവുമായിട്ടൊന്നായിത്തീരുകയും അതോടൊപ്പം തന്നെ അങ്ങനെ പുതിയ ഹൃദയം ലഭിച്ച 2 വ്യക്തികൾക്ക് ഒന്നായിത്തീരാനായിട്ടും കഴിയുന്നു. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത്. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായവും എബ്രായ ലേഖനം മുഴുവനും ഞാൻ പറഞ്ഞു പുതിയ ഉടമ്പടിയെ പറ്റി ഏറ്റവും വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു പുസ്തകവും ഒരു ചാപ്റ്ററുമാണ്. ബാക്കി പലയിടങ്ങളിലും വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇത് സ്പെസിഫിക്കലി ആ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതായത് പുതിയ ഉടമ്പടി ശുശ്രൂഷകർ ആരായിരിക്കണം എന്നുള്ളതാണ് 2 കൊരിന്ത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അതായത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകൾ എപ്പോഴും സ്വാതന്ത്ര്യത്തിന്റെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവ് ആത്മാവാകുന്നിടത്ത് അവിടെ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 രീതിയിലുള്ള സ്വാതന്ത്ര്യമാണ്. ഒന്ന് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും, ഒന്ന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും. ആ കല്ലിൽ അക്ഷരമായി എഴുതിയിരുന്ന മരണശുശ്രൂഷ നീങ്ങിപ്പോവുകയും നമുക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് നമ്മൾ കയറുകയും ചെയ്യുന്നു. അന്നേരം പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ എപ്പോഴും ഈ പുതിയ ഉടമ്പടിയുടെ സന്ദേശം സംസാരിക്കുന്നവരായിരിക്കണം. എന്നാൽ നിങ്ങൾക്കിത് പരിശോധിച്ച് നോക്കാവുന്നതാണ്, 90% വിശുദ്ധി പഠിപ്പിക്കുന്ന വ്യക്തികളും പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ഈ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരല്ല, അവർ ന്യായപ്രമാണം തന്നെ പ്രസംഗിക്കുന്നവരാണ്. വിശുദ്ധി പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, വിശുദ്ധി പ്രസംഗിക്കുന്നു എന്നതുകൊണ്ട് കാര്യമില്ല, ഏത് രീതിയിൽ കൂടി വിശുദ്ധി പ്രാപിക്കാമെന്ന് പ്രസംഗിക്കുന്നതിലാണ് കാര്യം. അന്നേരം പുതിയ ഉടമ്പടിയുടെ കീഴിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കീഴിൽ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ ജീവിത രീതിയുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു മാർഗമുണ്ട്. ഇല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ പ്രിൻസിപ്പിളായിട്ടുള്ള അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുള്ള ആ പ്രിൻസിപ്പിൾ കൂടി വിശുദ്ധി പ്രസംഗിക്കുന്നവരുണ്ട്. 2 പേരും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം.
എന്നാൽ അതൊന്ന് ഗലേഷ്യനിസമാണെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചത്. ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഞാൻ പല കാര്യങ്ങളും പലപ്പോഴും ചിന്തിച്ചതുകൊണ്ട്. അന്നേരം നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കണം. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ എപ്പോഴും യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധീകരണത്തിനെ പറ്റി പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നീതീകരണം വിശ്വാസത്താലും വിശ്വാസത്താൽ തന്നെ വിശുദ്ധീകരണം നടക്കുന്നുവെന്നാണ് പുതിയ ഉടമ്പടികളിലെ മെസ്സേജ്. അതാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അതിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, രണ്ട് വ്യക്തികൾക്ക് ആദിയിൽ എന്നതുപോലെ കർത്താവ് എപ്പോഴും ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട ഈ പുതിയ ഉടമ്പടിയിൽ കൂടി നമ്മളെ പാപ വരുന്നതിന് മുമ്പുള്ള ആ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം അവിടെ നമുക്ക് രണ്ട് വ്യക്തികൾക്ക് ഒന്നായി തീരാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു. അന്നേരം അതിൻ്റെ കണ്ടീഷനുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും വിശദീകരിച്ചുകൊണ്ട് നമ്മൾ രണ്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ജീവനുള്ള പുതുവഴിയിലേക്ക് കടന്ന രണ്ട് വ്യക്തികൾ ആ വഴിയിൽ കൂടി നടക്കുമ്പോഴാണ് അവർക്ക് ഒന്നായി തീരാനായിട്ട് കഴിയുന്നത്. ഇല്ലെങ്കിൽ അവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി പുതിയ ഹൃദയം ലഭിച്ചു, പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി, അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ക്രൂശ് എടുത്തുകൊണ്ട് ഓരോ ദിവസവും നടക്കുമ്പോൾ, അവരുടെ ജഡത്തെ ക്രൂശീകരിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് നടക്കുമ്പോഴാണ് അവർക്ക് രണ്ടുപേർക്ക് ഒന്നായി തീരാനായിട്ട് കഴിയുന്നത്. അത് ഒരു കുടുംബത്തിലും അങ്ങനെയാണ്, ഒരു ദൈവസഭയിലും അങ്ങനെയാണ്. ആ കുടുംബത്തിലാണ് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷമാണത് ദൈവസഭയിലേക്ക് മുമ്പോട്ട് പോകുന്നത്. അന്നേരം രണ്ട് വ്യക്തികൾക്ക് അങ്ങനെ എല്ലാ രീതിയിലും ഒന്നായി തീരാനായിട്ട് കഴിയുന്നു. അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായിട്ടുള്ള ഫാമിലിയിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒന്നായി തീരാനായിട്ട് കഴിയുന്നു. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവർ ഒരു ദേഹമായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരു സഹോദരൻ ചോദിച്ചു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പെട്ടെന്ന് വിശദീകരിക്കുകയാണ്. ഈ ഒന്നായി തീരുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാ അഭിപ്രായങ്ങളിലും ഒന്നായിരിക്കുക, ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതിരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരേ ചിന്താഗതി ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഒന്നായി തീരുക എന്നുള്ളത്. അതായത് ഒരു പുരുഷനും സ്ത്രീയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ചിലപ്പോൾ രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്നവരായിരിക്കാം. അവർ രണ്ടുപേരും ഒന്നായി തീരുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഐക്യതയിൽ ഒന്നായി തീരുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഐക്യതയിൽ അവർക്ക് ഒന്നായി തീരാനായിട്ട് കഴിയും. അവർക്ക് ഒരുമിച്ച് ഒരാത്മാവായും അവരുടെ ദേഹിയിലും അവർക്കൊരു യൂണിറ്റിയിൽ വരാനായിട്ട് തീരും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് നമുക്ക് അങ്ങനെ വരാൻ കഴിയുമെന്നാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഓക്കെ, എന്നാൽ ഇത് സാധ്യമായി തീരുന്നത് എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ, ഇല്ലെങ്കിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനവും ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനും ഉള്ളത് കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ രണ്ട് കണ്ടീഷൻസ്, ഈ ജീവനുള്ള പുതുവഴിയിലേക്ക് കടക്കാനായിട്ടും അങ്ങനെ ഒന്നായി തീരാനായിട്ടും അങ്ങനെ ആത്മാവിനാൽ അനുസരിച്ച് നടക്കപ്പെടാനായിട്ടും രണ്ട് കാര്യങ്ങൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. ഒന്ന്, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി ഒരു ജീവനുള്ള പുതുവഴി ദൃഷ്ടിച്ചു. അതായത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ചിന്തപ്പെട്ടു. തൻ്റെ രക്തത്തിൽ കൂടി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനമുണ്ട്. മാത്രമല്ല ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തമെന്ന് പറഞ്ഞിരിക്കുന്നത് 10-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്ന യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തെ പറ്റിയാണ്. എന്നാൽ യേശുക്രിസ്തു ശരീരയാഗത്തിൽ കൂടി ഒരു പെർഫെക്റ്റ് സാക്രിഫൈസിൽ കൂടി നമ്മളെ ദൈവമായിട്ട് ഒന്നാക്കി തീർത്തു എന്നും മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ദേവാലയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ ദേവാലയത്തിൽ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി എന്നേക്കും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളതാണ് എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുന്നത്. അന്നേരം ഞാൻ ആ കാര്യമാണ് ഇന്ന് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്നേരം ആ മഹാപുരോഹിതൻ എന്നുള്ളത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്നുള്ളതാണ് എബ്രായ ലേഖന കർത്താവ് തുടർച്ചയായിട്ട് പറയുന്നത്. അന്നേരം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ആ മഹാപൗരോഹിത്യം അതെന്താണ് എന്ന് തൻ്റെ വായനക്കാർ മനസ്സിലാക്കണമെന്ന് എബ്രായ ലേഖന കർത്താവ് ആഗ്രഹിക്കുന്നു. അന്നേരം ഇത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പ്രത്യേകിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കോ ഇല്ലെങ്കിൽ മുമ്പ് ഈ കാര്യങ്ങൾ തുടർച്ചയായിട്ട് കേട്ടിട്ടില്ലാത്തവർക്കോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറയാണ്. എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനം എഴുതുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എബ്രായ ലേഖനമാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള ഡോക്ടറിനൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ചിലപ്പോൾ പലർക്കും പല റെഫറൻസ് ആയിരിക്കാം.
ആ, എൻ്റെ അടുത്ത് ഇപ്പം ഒരാൾ ബൈബിളിലെ ആ, ഒരു പുസ്തകവും അവൈലബിൾ ഒരൊറ്റ പുസ്തകം ഇല്ലെങ്കിൽ ഒരു ലേഖനം മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ, അത് ഏത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എബ്രായ ലേഖനം മാത്രം മതി എന്ന് പറയും. ഞാൻ വീണ്ടും പറയട്ടെ, അതെൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവവചനം സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എബ്രായ ലേഖനം വളരെ പ്രാധാന്യമുള്ള പുസ്തകമാണ്. അതേസമയം ദൈവവചനം സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് ആ, എബ്രായ ലേഖനം ഒരു കടികട്ടിയായിട്ടുള്ള പുസ്തകമാണ്. അവർ മിക്കവരും ഒഴിവാക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളതും എബ്രായ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടൊരു പുസ്തകമായിട്ട് തന്നെ അത് വെബ്സൈറ്റിലുണ്ട്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പ്രസിദ്ധീകരിക്കണം ആഗ്രഹിക്കുന്നു. കാരണം ഈ വിഷയങ്ങൾ ആൾക്കാർ പഠിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞത്, എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖന കർത്താവിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെയോ വിഷയത്തിൻ്റെയോ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സൂചന ആദ്യമേ കൊടുത്തിട്ട് പതുക്കെ 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 ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. അന്നേരം എബ്രായ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് യേശുക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള യാഗവും ശരീരയാഗവും യേശുക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള മഹാപുരോഹിത ശുശ്രൂഷയുമാണ്. എന്നാൽ യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്ന ഏക പുസ്തകം എബ്രായ ലേഖനമാണ്. വേറെ ഒരൊറ്റ പുസ്തകത്തിൽ ഇത് പഠിപ്പിക്കുന്നില്ല. ചെറിയ സൂചനകളുണ്ടെങ്കിലും ഡയറക്റ്റ്ലി പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. അന്നേരം യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് തുടങ്ങുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്നുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എബ്രായ ലേഖന കർത്താവ് കൊണ്ടുവരുന്നു. അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്നുള്ള ആ ആശയത്തിലേക്ക് എബ്രായ ലേഖന കർത്താവ് വരുന്നു. ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വളരെ വിശദമായിട്ട് യേശുക്രിസ്തുവിന് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിത്യം ഇദ്ദേഹം എഴുതുന്നു. അന്നേരം അഞ്ചാമത്തെ അധ്യായത്തിലാണ് എബ്രായ ലേഖന കർത്താവ് ഇതിലേക്ക് കടക്കുന്നത്. അദ്ദേഹം പറയാൻ പോകുന്ന വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ അത് തൻ്റെ കേൾവിക്കാരെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്നുള്ളത് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അന്നേരം അത് അഞ്ചാമത്തെ അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ പറ്റിയും കർത്താവ് അനുഭവിച്ച കഷ്ടതകളെ പറ്റിയും അങ്ങനെ താൻ അനുഭവിച്ച കഷ്ടങ്ങളിൽ കൂടി താൻ തികഞ്ഞവനായി തീർന്നു, ബീയിങ് പെർഫെക്റ്റഡ് ആയിത്തീരുകയും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു എന്നുള്ളത് അഞ്ചാമത്തെ അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങളിലേക്ക് പറയുകയാണ്. അന്നേരം തുടർച്ചയായിട്ടുള്ള വാക്യങ്ങളാണ്. ഞാൻ എൻ്റെ സമയക്കുറവുകൊണ്ടും അങ്ങനെ വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരികയാണ്. ആറാമത്തെ വാക്കിൽ, അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കൊരു പുരോഹിതൻ എന്ന് പറയുന്നു. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്തെ പറ്റി അതെല്ലാം പറഞ്ഞതിന് ശേഷം എട്ടാമത്തെ വാക്യം, എബ്രായ ലേഖനം 5:8, 9, 10 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അന്നേരം എബ്രായ ലേഖനകർത്താവ് പറയാണ്, യേശുക്രിസ്തു തൻ്റെ ഈ ജീവിതകാലത്തിൽ കൂടി താൻ അനുഭവിച്ച കഷ്ടങ്ങൾ കൂടി ഒരു തികവ് പ്രാപിച്ചു. ഹി വാസ് മെയ്ഡ് പെർഫെക്റ്റ്. അന്നേരം അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എബ്രായ ലേഖനം വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നിടത്തും ഇതിൻ്റെ ഫുൾ സ്റ്റഡി പഠിപ്പിച്ചിടത്തും ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി റെഫർ ചെയ്യാം. ഞാൻ എൻ്റെ സമയത്തിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം മുമ്പോട്ട് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. ഇതിനെക്കുറിച്ച് എന്നുള്ളത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കൺസേണിങ് ഹിം വി ഹാവ് മച്ച് ടു സേ. അന്നേരം എബ്രായ കർത്താവ് തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം പറയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. ആരെപ്പറ്റി? മൽക്കീസദേക്കിനെ പറ്റി പറയാനുണ്ട്, അല്ലെങ്കിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റി എനിക്ക് വളരെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇതെനിക്ക് വിശദീകരിച്ച് തരാനായിട്ട് ആഗ്രഹമുണ്ട്. അന്നേരം അദ്ദേഹം ഒരു ബുദ്ധിമുട്ടിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം ഒരു ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യാണ്. അത് താഴെ പറയാണ്, എന്നാൽ നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരാൻ വിഷയമാണ്. അന്നേരം ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് വിഷയമാണ്. അന്നേരം ഒരു ദൈവവചനത്തിലെ
ആഹ്, അടിസ് ആഹ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ല, കേൾക്കാനായിട്ടും ആൾക്കാർക്കും ബുദ്ധിമുട്ടില്ല. എന്നാൽ ദൈവവചനത്തിലെ ചില ആഴമുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും. രണ്ടു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് വിശദീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം. കൃത്യമായിട്ടുള്ള വാക്കുകൾ കൂടി നമ്മൾക്കത് വിശദീകരിക്കും. അതുകൊണ്ടാണ് ഈ ഫിലിപ്പ് ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൊലോസ് ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു തരണമെന്ന് മാത്രമല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് തെളിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അന്നേരം ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ഉണ്ട്. അതിന് ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു മാന്യമുള്ളവരാണെങ്കിൽ അവർക്കത് തെളിയിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇവിടെ എബ്രായ ലേഖനകർത്താവ് ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണിത്. ഞാൻ പറയട്ടെ, ഇത് ശരിക്കും ദൈവവചനം സീരിയസ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും കേൾക്കുന്ന വ്യക്തികൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് അവരുടെ ചെവി മന്ദമാണ്. ചെവി മന്ദമെന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇയറിൻ്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാനതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഞാൻ ഇതും വിശദീകരിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവർ ശിശുക്കളാണ്, ബേബികളാണ്. അവർക്ക് പാല് മാത്രമേ കുടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവർക്ക് ബേസിക് തിങ്സ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്, അടിസ്ഥാനപരമായിട്ടുള്ള എലമെൻ്ററി ടീച്ചിങ് മാത്രമേ മനസ്സിലാവുള്ളൂ. അന്നേരം ബേബീസിന് പാല് മാത്രമേ കുടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ശിശുക്കൾക്ക് ആ പാലെന്ന് പറയുന്നത് എലമെൻ്ററി ടീച്ചിങ് ആണ്, ബേസിക് കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയാണ്, മെച്യൂറായിട്ടുള്ള ആൾക്കാർക്ക് മീറ്റ്, കട്ടിയുള്ള ആഹാരം കഴിക്കാനായിട്ട് കഴിയും. അവർ വേർഡ് ഓഫ് റൈച്ചസ്നെസ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവരുടെ ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡ് ആയവരായിരിക്കും. അന്നേരം 2 കാറ്റഗറി ആൾക്കാരുണ്ട് എപ്പോഴും ദൈവവചനം കേൾക്കുന്നവർ. ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡ് ആവാത്തവരുണ്ട്. അവർക്കിത് മനസ്സിലാവുകയില്ല. അന്നേരം ബേബീസിന് മിൽക്കും അടിസ്ഥാന ഉപദേശങ്ങളെ മനസ്സിലാവത്തുള്ളൂ. മെച്യൂർ ആൾക്കാർക്ക് മീറ്റും വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിൽ അവർ ട്രെയിൻഡ് ആവരും. അന്നേരം അതാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. ഫോർ എവറി വൺ ഹു പാർട്ടേക്സ് ഓൺലി മിൽക്ക് ഈസ് നോട്ട് അക്കസ്റ്റം ടു ദ വേർഡ് ഓഫ് റൈച്ചസ്നെസ്, ഫോർ ഹീ ഈസ് ആൻ ഇൻഫന്റ്. എന്നിട്ട് പറയാണ്, ബട്ട് സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്യൂർ ഹു ബിക്കോസ് ഓഫ് പ്രാക്ടീസ് ഹാവ് ദെയർ സെൻസസ് ട്രെയിൻ ടു ഡിസേൺ ഗുഡ് ആൻഡ് ഈവിൾ. അന്നേരം നമ്മുടെ സെൻസസ്, ആത്മീയമായിട്ടുള്ള സെൻസസ് ട്രെയിൻഡ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ട്രെയിൻഡ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം വായിച്ച് ദൈവം തന്നെ നമ്മുടെ സെൻസസിനെ ട്രെയിൻഡ് ആക്കുന്നവർക്ക് മാത്രമേ ഈ വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിൻ്റെ ടീച്ചിങ് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ നീതീകരിക്കപ്പെട്ട ഒരുവൻ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരുവൻ എങ്ങനെയാണ് വിശ്വാസത്താൽ നടക്കുന്നത് എന്നുള്ളത്, അതാണ് വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിൻ്റെ എക്സ്പ്ലനേഷൻ. അതാണ് മുമ്പോട്ട് പോകുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അന്നേരം ആ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സെൻസസ് ട്രെയിൻഡ് ആവണമെന്ന് എബ്രായ ലേഖന കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ എബ്രായ ലേഖന കർത്താവ് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കത് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത്. പലപ്പോഴും നല്ല വിശ്വാസികളാണ് പലരും. ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്ന കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശ്വാസികളാണ്. നല്ല വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കള്ളുകൂടിയവരോ വിചാരികളോ അങ്ങനത്തെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണെന്നൊന്നും അവിടെ പറയുന്നില്ല. താഴേക്ക് വരുമ്പോഴേക്കും അവരുടെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്നോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനാന്ന് പറയുമ്പോൾ അവർ നല്ല വിശ്വാസികളാണ്. ഞാനും കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം നല്ല വിശ്വാസികളാണ്. അവർക്ക് നമ്മുടെ അടുത്ത് സ്നേഹമൊക്കെയാണ്. നമ്മളെ വളരെയധികം കാര്യമായിട്ട് ഇവർ കണക്കാക്കും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് തന്നെ ഞാനിത് ആരെയും കണ്ടം ചെയ്യാനായിട്ടോ കുറച്ച് കാണാനായിട്ടോ പറയുന്നതല്ല, ഇതൊരു സത്യമായതുകൊണ്ട് പറയുന്നതാണ്. ഞാനിത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, ദൈവവചനം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ. അന്നേരം എബ്രായ ലേഖന കർത്താവ് വീണ്ടും ഈ കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൽക്കീസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെ പറ്റി അവിടെ ഒരു ബ്രേക്ക് എടുത്തിട്ട് മുമ്പോട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷം 7ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് എബ്രായ ലേഖന കർത്താവ് മൽക്കീസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നത്. എന്നിട്ട് ഇത് നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വിശുദ്ധിയിൽ ജീവിച്ചാൽ പോരെ എന്നുള്ള സാധാരണ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചേക്കാം. ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള
പൗരോഹിത്യം എന്താണ് എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്കും ഒരു സഭയ്ക്കും പുതിയ നിയമ പൗരോഹിത്യം, വിശ്വാസികളുടെ പൗരോഹിത്യം എന്താണെന്ന് മനസ്സിലാവുകയില്ല. പുതിയ നിയമ പൗരോഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സഭയിലും പുതിയ നിയമ പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്യില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ കണ്ടിട്ടുള്ള 95% ദൈവസഭകളിലും പുതിയ നിയമ പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും മർത്തോമ, കാത്തലിക്, ഓർത്തഡോക്സ് പോലുള്ള പൗരോഹിത്യ കുപ്പായ ഇട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ സഭകളുടെ കാര്യമല്ല. അങ്ങനത്തെ പുരോഹിതന്മാരില്ല എന്ന് പറഞ്ഞ് വേർപെട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സഭകളായിക്കോട്ടെ, പെൻഡക്കോസ്റ്റൽ സഭകളായിക്കോട്ടെ, പുതിയ നിയമം ഇവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യം എന്താണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവിടുത്തെ എൽഡേഴ്സിന് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവരിപ്പോഴും പഴയ നിയമ പൗരോഹിത്യം തന്നെ, ആ കുപ്പായവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും പഴയ നിയമ പൗരോഹിത്യം തന്നെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. അന്നേരം ഇതിൻ്റെ യഥാർത്ഥ ഡോക്ടറിൻ പഠിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസിലെങ്കിലും മാത്രമേ വരികയുള്ളൂ. അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. മിക്ക സഭകളിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പുതിയ നിയമ പൗരോഹിത്യം എന്താണെന്ന് അവർക്കറിയില്ല. പുതിയ നിയമ പൗരോഹിത്യം അറിയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മൽക്കീസേദെക്കിന്റെ പ്രകാരമുള്ള പൗരോഹിത്യം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ പഴയ ഉടമ്പടിയുടെ കീഴിൽ തന്നെ നിൽക്കുകയും പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള പൗരോഹിത്യം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് പുരോഹിതൻ എന്ന് പറഞ്ഞാൽ? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അന്നേരം ഇന്നും ഈ കുപ്പായമൊന്നും ഇല്ലെങ്കിലും പെന്തക്കോസ്ത് സഭകളിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേർപെട്ട ഇൻഡിപെൻഡൻസ് സഭകളിൽ പലരും ആയിക്കോട്ടെ, അവിടുത്തെ പാസ്റ്റർ ഓർ എൽഡർ പേരെന്താണെങ്കിലും ഇദ്ദേഹം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുകയാണ്. ദൈവവും മനുഷ്യരുടെ ഇടയിൽ ഒരു വ്യക്തിയായിട്ട് നിന്നുകൊണ്ട് അവർ ശുശ്രൂഷിക്കുകയാണ്. അതല്ല പുതിയ നിയമത്തിലെ പൗരത്വം. ഞാൻ മുമ്പോട്ട് പോകുമ്പോഴേക്കും അത് വിശദീകരിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് ഈ വേർപെട്ട സഭക്കാർക്ക് പൗരോഹിത്യം ഇല്ല എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പുതിയ നിയമത്തിൽ പൗരോഹിത്യമുണ്ട്. പഴയ നിയമ പൗരോഹിത്യം പോലെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അന്നേരം പൗരോഹിത്യം ഇല്ലാത്ത ഒരു കാര്യമല്ല പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള കാര്യം. പുതിയ ഉടമ്പടിയുടെ കീഴിൽ വ്യക്തമായിട്ട് പൗരോഹിത്യം പഠിപ്പിക്കുന്നുണ്ട്. അത് എന്ത് പൗരോഹിത്യമാണെന്ന് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് ആ കാര്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ, പെട്ടെന്ന് പോട്ടെ. അന്നേരം എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഈ മൽക്കീസേദെക്കിന്റെ പറ്റി എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. അത് എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായവും ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായവും. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിലാണ് ആദ്യമായിട്ട് മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുന്നത്. ആ കാര്യം തന്നെ എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുകയാണ്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മൽക്കീസേദെക്ക് ആരാണെന്നുള്ളത്. ഈ മൽക്കീസേദെക്ക് ആരാണ് എന്നുള്ളതിനെ പറ്റി പല തരത്തിലുള്ള ഡിസ്കഷൻ പലരും നടത്താറുണ്ട്. ചിലർ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രീ ഇൻകാർണേഷൻ ആണെന്ന് പറയുന്നു. ചിലർ പറയുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറയുന്നു. ചിലർ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പക്ഷേ ഇതൊന്നും പ്രസക്തമല്ല. കാരണം മൽക്കീസേദെക്ക് ആരാണെന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നില്ല. എന്തിനാണ് മൽക്കീസേദെക്കിനെ ദൈവം പരിചയപ്പെടുത്തിയത് എന്നുള്ളതാണ് എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുന്നത്. ആരാണെന്നുള്ളതല്ല. അന്നേരം ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമുക്ക് കണ്ടുപിടിക്കാനും കഴിയത്തില്ല. എത്ര തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്കും മൽക്കീസേദെക്ക് ആരാണെന്ന് വ്യക്തമായിട്ട് വിശദീകരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ മൽക്കീസേദെക്കിനെ എന്തിനാണ് പരിചയപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് അതിൽ കൂടി ദൈവം നമ്മുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടറായിട്ടാണ് മൽക്കീസേദെക്കിനെ നമ്മൾ കാണാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 14-ാമത്തിലേക്ക് വരാം. അത് തന്നെയാണ് എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിലും വിശദീകരിക്കുന്നത്. രണ്ടും ഒരേ കാര്യമാണെങ്കിലും പെട്ടെന്ന് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകാം. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു കെയർലെസ് റീഡർക്ക് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പോലും മനസ്സിലാവത്തില്ല. കാരണം 2-3 വാക്യങ്ങൾ മാത്രമേ ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നുള്ളൂ. അദ്ദേഹം വരുന്നത് വളരെ ഒരു ശൂന്യതയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ വരുന്നു. അതുപോലെ തന്നെ അപ്രത്യക്ഷമാകുന്നു. പിന്നെ ഇദ്ദേഹത്തെ പറ്റി ഒന്നും കാണുന്നില്ല. അതായത് ശരിക്കും അങ്ങനെ ഒരു 2-3 വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇല്ലെങ്കിലും ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഘടനയ്ക്ക് ഒരു വ്യത്യാസവും വരത്തില്ല. അതങ്ങനെ തന്നെ തുറന്നു പോകും. കാരണം ഇതൊരു ഏച്ച് കിട്ടിയതുപോലെ, ഇല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്തൊരു ക്യാരക്ടർ പോലെയാണ് അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഒരാൾ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് അങ്ങ് പോകുന്നു. അതിൽ പെട്ടെന്ന് പഴയ നിയമത്തിലേക്ക് പോയിട്ട് ഞാൻ മുമ്പോട്ട് വരാം. അന്നേരം അത് ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല.
അബ്രഹാം ലോത്തിനെയും സോദനെയും രാജാവിനെയും ആൾക്കാരെയും വേറൊരു രാജാവ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ലോത്തിനെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ശാലേം രാജാവായ മൽക്കിസെദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. അവന് എന്ന് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവന് ദശാംശം കൊടുത്തു. ഇതോടുകൂടി കഴിഞ്ഞു മൽക്കിസെദേക്കിനെ പറ്റിയുള്ള ആ ഒരു പരാമർശം അവിടെ തീരുകയാണ്. എന്നാൽ അതിന്റെ വിശദീകരണം എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ അതേ കാര്യം തന്നെ വിശദീകരിച്ചു വരികയാണ്. ശാലേം രാജാവും അത്യുന്നതനുമായ ദൈവത്തിന്റെ പുരോഹിതനായ ഈ മൽക്കിസെദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-ലൊന്ന് കൊടുത്തു. എന്നിട്ട് എബ്രായ ലേഖന കർത്താവ് ഈ മൽക്കിസെദേക്കിനെ പറ്റിയുള്ളൊരു വിശദീകരണത്തിലേക്ക് കിടക്കണം. ഒന്നാമതായിട്ട് അവിടെ മനസ്സിലാക്കുന്നത് ഈ മൽക്കിസെദേക്കിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരു രാജാവും പുരോഹിതനും കൂടിയായിരുന്നു. ബൈബിളിലെ ആദ്യത്തെ രാജാവും ആദ്യത്തെ പുരോഹിതനും മൽക്കിസെദേക്കാണ്. രാജാവ് എന്നുള്ള വാക്യം ആദ്യം ബൈബിളിൽ വരുന്നത് മൽക്കിസെദേക്കിനെ പറ്റി പറയുമ്പോഴാണ്. പുരോഹിതൻ എന്നുള്ള വാക്കും ആദ്യം വരുന്നത് മൽക്കിസെദേക്കിനെ പറ്റി പറയുമ്പോഴാണ്. അതൊന്ന്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹം വന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പേരും. അന്നേരം ശാലേം രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് എന്നാണ്. അന്നേരം കിങ് ഓഫ് പീസ് എന്നാണ് ആദ്യത്തെ കാര്യം. അന്നേരം അവിടെ പറഞ്ഞ അവൻ്റെ പേരിന് ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം മൽക്കിസെദേക്ക് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നീതിയുടെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൽക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി എന്നും സദേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. അന്നേരം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് നീതിയുടെ രാജാവാണ്. അദ്ദേഹം വരുന്ന സ്ഥലത്തിൻ്റെ രാജാവായതുകൊണ്ട്, ശാലേമിൻ്റെ രാജാവായതുകൊണ്ട് അദ്ദേഹം സമാധാനത്തിൻ്റെ രാജാവാണ്. അന്നേരം നീതിയും സമാധാനവും ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്വവുമായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനോട് പറയുന്നത് അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ രാജാവ്. ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. എബ്രായ ലേഖനത്തിൽ തന്നെ ഈ രണ്ട് വാക്യങ്ങളും യേശുക്രിസ്തുവിനെ റെഫർ ചെയ്ത് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലുടനീളം ഈ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതും യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇദ്ദേഹം വരുമ്പോൾ അബ്രഹാമിന് കൊടുക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നതും തൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള അപ്പവും വീഞ്ഞുമാണ്. ഇതാണ് നമ്മൾ കർത്തൃമേശയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അന്നേരം വീണ്ടും ഇത് പുതിയ ഉടമ്പടിയോടെ സ്ഥാപിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ കാണുകയാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അവന് മൂന്നാമത്തെ വാക്യം, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, ഇവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ മൽക്കിസെദേക്കിന് ജീവാരംഭമോ ജീവാവസാനമില്ല. എന്നിട്ട് ഇതൊരു കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന വാക്യമാണ്. എന്നിട്ട് ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും കൂടുതൽ പേരും വിശദീകരിക്കുന്നത് ജീവാരംഭവും ജീവാവസാനവും അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ജീവാരംഭവും ജീവാവസാനവും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ മാതാവാരാണ്, പിതാവാരാണ്, മരിച്ചത് എപ്പോഴാണെന്നുള്ളത് അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലല്ല, ബൈബിളിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും മിക്കവാറും പിള്ളേരുടെ എല്ലാം പിതാക്കന്മാരുടെ പേര് റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് രണ്ട് കാര്യങ്ങളും അവിടെ റെഫർ ചെയ്തിട്ടില്ല. ഈ ഒരു അർത്ഥത്തിലും ഇവൻ യേശുക്രിസ്തുവിൻ്റെ പോലെ മഹാപുരോഹിതൻ. അന്നേരം നമ്മൾ കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ഒരു ജീവാവസാനം, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവാരംഭവും ജീവാവസാനം ഉണ്ടായിരുന്നു, അല്ലേ? മറിയയുടെ വാതിരത്തിൽ നിന്ന് ജനിച്ചു, ക്രൂശിൽ മരിച്ചു. എന്നാൽ നിത്യ പുരോഹിതൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിന് ജീവാരംഭവും ജീവാവസാനം. അന്നേരം ആ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എബ്രായ ലേഖന കർത്താവ് മൽക്കിസെദേക്കിനെ കണക്ട് ചെയ്യുന്നത്. അന്നേരം ഈ ഭൂമിയിലുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം സ്റ്റാർട്ട് ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടു കൂടിയാണ്. അത് തുടർന്ന് കൊണ്ടുപോയി പോകണം. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം പറയുകയാണ്, ഈ മൽക്കീസദേക്ക് എത്ര മഹാനെന്ന് നോക്കുവിൻ എന്നുള്ളത് പറയാണ്. ഇദ്ദേഹത്തിൻ്റെ മഹത്വം എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുകയാണ്.
ആ മഹത്വം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ മൽക്കീസേദെക്ക് ഒരു മഹാനാണ്, ഇല്ലെങ്കിൽ ഏറ്റവും മഹാനാണ് എന്ന് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അടുത്ത വാക്യത്തിൽ പറയാണ്, ഗോത്രപിതാവായ അബ്രഹാം കൂടിയും അവൻ്റെ കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ അവന് 10 കൊടുത്തല്ലോ. അന്നേരം ഈ മൽക്കീസേദെക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, വളരെ മഹാനാണ് എന്ന് കാണിക്കാനായിട്ട് ഉള്ള തെളിവ്, അബ്രഹാം മൽക്കീസേദെക്കിന് 10 കൊടുത്തു. മാത്രമല്ല, അബ്രഹാമിനെ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു. 6-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യത്തിൽ ദശാംശം അബ്രഹാം മൽക്കീസേദെക്കിന് കൊടുത്തു, അബ്രഹാമിനെ മൽക്കീസേദെക്ക് അനുഗ്രഹിച്ചു. ഇതിൽ കൂടി എബ്രായ കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എപ്പോഴും താണവൻ ഉയർന്നവന് ദശാംശം കൊടുക്കുകയും ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അന്നേരം ദശാംശം കൊടുക്കുന്ന വ്യക്തി താണ വ്യക്തിയും ദശാംശം വാങ്ങിക്കുന്ന വ്യക്തി ഉയർന്ന വ്യക്തിയും, അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തി ഉയർന്ന വ്യക്തിയും അനുഗ്രഹം വാങ്ങിക്കുന്ന വ്യക്തി താണ വ്യക്തിയുമാണ്. എന്നിട്ട് ഇവിടെ ഇതിൽ കൂടി ഇദ്ദേഹം പറയുന്നത്, ഈ അബ്രഹാമാണ് യഹൂദന്മാരുടെ ഇല്ലെങ്കിൽ എബ്രായ വിശ്വാസികളുടെ ഏറ്റവും മഹാനായ വ്യക്തി. അദ്ദേഹത്തെക്കാൾ ഉയർന്ന വ്യക്തിയാണ് മൽക്കീസേദെക്ക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാമിൽ എൻ്റെ മകനായിട്ടാണ് ലേവിയും അഹരോനും വന്നത്. ലേവിയും അഹരോനിൽ കൂടിയാണ്, ഇല്ലെങ്കിൽ ലേവി ഗോത്രത്തിലും അഹരോനിൽ കൂടിയാണ് ലേവ്യ പൗരോഹിത്യം വന്നത്. അപ്പോൾ ആ ലേവി അബ്രഹാമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സിംബോളിക്കലി പറയാണ്, മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുകയും മൽക്കീസേദെക്കിന് അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തു. എന്താണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഉന്നതമാണ് എന്ന് പഴയ നിയമത്തിൽ തന്നെ തെളിയിക്കപ്പെടുന്നു. പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്, പുതിയ നിയമത്തിലെ കാര്യമല്ല. അന്നേരം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഫോർമറുമാണ്, ഗ്രേറ്ററുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നത്. ഇതാണ് എബ്രായ ലേഖന കർത്താവ് തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണോ ഇല്ലെന്ന് അറിയുന്നില്ല. എങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഇത് പറയുന്നതുകൊണ്ട് ഇത് എന്താണ്, ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്തിനാണ് ഇതൊക്കെ എബ്രായ ലേഖന കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ പറയാം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കുവൈറ്റ് ചർച്ചിലുള്ള ആർക്കാർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ അടുത്താണ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത്. ഈ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഉന്നതമാണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് എബ്രായ ലേഖന കർത്താവിന് എന്താണ് തെളിയിക്കാൻ കഴിയുന്നത്? ഞാൻ നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടിയില്ല, നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. പറയാമോ? ഇതിൽ കൂടി എബ്രായ ലേഖന കർത്താവിന് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ലേവ്യ പൗരോഹിത്യം മാറിപ്പോയെന്നുള്ളൂ. അല്ലല്ല, പ്രൂവ് ചെയ്യാൻ ലേവ്യ പൗരോഹിത്യം മാറിപ്പോയി എന്നുള്ളത് ഈ വാക്യങ്ങൾ കൊണ്ടൊന്നും പ്രൂവ് ആവത്തില്ല. യേശുക്രിസ്തുവിൽ കൂടെയുള്ള മഹാപുരോഹിതത്വം തെളിയിക്കാൻ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം അല്ലേ? യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്നും അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യമാണെന്നും തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി അടുത്തൊരു ചോദ്യം, ഈ വാക്യം കൊണ്ട് എങ്ങനെയാണ് അത് തെളിയിക്കാൻ പറ്റുന്നത്? ഈ വാക്യം കൊണ്ട് അത് തെളിയിക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ഈ വാക്യം കൊണ്ടുകൊണ്ട് ആകെ തെളിയിക്കാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. മൽക്കീസേദെക്ക് എന്നൊരു പുരോഹിതൻ പഴയ നിയമത്തിലുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യം വരുന്നതിന് മുമ്പുണ്ടായിരുന്നു. ആ പുരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ്. കാരണം ലേവി മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു, മൽക്കീസേദെക്ക് ലേവി അനുഗ്രഹിച്ചു അബ്രഹാമിൽ കൂടി. അതുകൊണ്ട് പ്രൂവ് ചെയ്യാനായിട്ട് എബ്രായ ലേഖന കർത്താവിന് കഴിയുന്നത് എന്താണ്? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്ന് മാത്രമല്ലേ പ്രൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എങ്ങനെയാണ് ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണെന്ന് ഈ വാക്യം കൊണ്ട് പ്രൂവ് ചെയ്യുന്നത്? ഞാനിത് മുമ്പ് എടുത്തിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ പെട്ടെന്ന് എന്താ എന്നോട് പറഞ്ഞേ? അതിന് തുടക്കം അവസാനവും ഇല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടക്കവും അവസാനവും ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? മൽക്കീസേദെക്കിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യം കൊണ്ട് എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കണക്ട് ചെയ്യുന്നത്?
അബ്രഹാം ഇതിനെ അനുഗ്രഹിക്കുന്നതുകൊണ്ട്. ഇല്ലല്ല, ഈ 110 ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ഇത് ആരുടെ അടുത്താണ് പറയുന്നത് ഈ പഴയ നിയമവിശ്വാസികളുടെ അടുത്താണ് പറയുന്നത്. പഴയ നിയമവിശ്വാസികളുടെ അടുത്ത് പറയാണ്, പഴയ നിയമത്തിലൊരു പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആ പുരോഹിതൻ അബ്രഹാം ദശാംശം കൊടുത്തു. അതിൽ കൂടി പഴയ നിയമത്തിലെ ആൾക്കാർ, ഈ അബ്രായ വിശ്വാസികൾക്ക് എന്ത് മനസ്സിലാവുന്നത്? അബ്രഹാമിനേക്കാൾ വലിയൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു ഉൽപ്പത്തിയിൽ. യേശുക്രിസ്തുവിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. യേശുക്രിസ്തു മൽക്കിസേദെക്കുമായിട്ടുള്ള ബന്ധം അവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? 110 സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം. യെസ്, അതാണ് ഞാൻ പറയാനായിട്ട് വന്നത്. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉൽപ്പത്തിയിലെ പുസ്തകത്തിൽ നിന്നും മൽക്കീസദേക്ക് അബ്രഹാമിനേക്കാളും ലേവിയ പൗരോഹിത്യത്തെക്കാൾ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം ഉന്നതമാണ് എന്നും മാത്രമേ തെളിയിക്കാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിനെ മൽക്കീസദേക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ബ്രിഡ്ജ് ഇല്ല അവിടെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിന്നീട് കേട്ട് നോക്കിയിട്ട് പറയാവുന്നേ ഉള്ളൂ. ഒരിക്കലും യേശുക്രിസ്തുവിനെ മൽക്കീസദേക്കുമായിട്ട് അവിടെ കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം മൽക്കീസദേക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ലേവിയേക്കാൾ ഉന്നതനായിരുന്നു, അബ്രഹാമിനേക്കാൾ ഉന്നതനായിരുന്നു. വേണമെങ്കിൽ ബൈബിളിലെ ഏറ്റവും വലിയ ആളാണെന്ന് വേണേൽ പറയാം. യേശുക്രിസ്തുവിനെ അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടൊക്കെയില്ല, ബ്രിഡ്ജ് ചെയ്യാനായിട്ടൊക്കെയില്ല. യേശുക്രിസ്തുവിനെ കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെയാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയൊരു നിസ്തുല്യത വരുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് മൽക്കിസേദെക്ക് അവിടെ അപ്രത്യക്ഷമായതിനു ശേഷം പിന്നീട് ഒരിടത്ത് മാത്രമേ മൽക്കിസേദെക്ക് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അത് ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം ദാവീദ് ഒരു സങ്കീർത്തനം വീഴാണ്. ഈ ഒരു കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഞാൻ കേട്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. അന്നേരം 110 സങ്കീർത്തനത്തിൽ ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള പ്രോഫസിയാണ്. യേശുക്രിസ്തു സ്വയം ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇത് തന്നെ പറ്റിയുള്ളതാണെന്നുള്ളത് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതായത് 110 സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ എക്സ്റ്റെൻസീവ്ലി പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അത് യേശുക്രിസ്തു ഒരു രാജാവാണ് എന്നും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നേക്കുള്ളതാണെന്നുള്ളതെല്ലാമാണ് അവിടെ വിശദീകരിക്കുന്നത്. അതായത് യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞ് ദാവീദ് പറയുന്നൊരു സങ്കീർത്തനമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് 110 സങ്കീർത്തനം തന്നെ 7 വാക്യങ്ങളേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടൊരു സങ്കീർത്തനമാണത്. അത് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് 4-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയാണ്, നീ ആരാണ്? ഈ മശിഹ, യഹൂദന്മാർ കാത്തിരിക്കുന്ന 110 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു തന്നെ താനാണെന്ന് ക്ലെയിം ചെയ്തിട്ടുള്ള ആ മശിഹ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് പറയാണ്. ഈ ഒരൊറ്റ വാക്യമാണ് 4-ാമത്തെ ആ വാക്യമാണ് എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ വിശദീകരിക്കുന്നത്. ഇല്ലെങ്കിൽ സങ്കീർത്തനം 110 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം. ഇതൊക്കെ ഞാനത് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വായിച്ചു നോക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രാക്ടിക്കലി വളരെ ആപ്ലിക്കബിൾ കാര്യമാണ്. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മൽക്കീസദേക്കിനെ പറ്റി പറയാതെ 110 സങ്കീർത്തനത്തിൽ ഡയറക്റ്റ്ലി മൽക്കീസദേക്കിനെ പറ്റി പറയുകയും വരാൻ പോകുന്ന മശിഹ അല്ലെങ്കിൽ യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ റെഫറൻസ് ഇല്ല. പറഞ്ഞ പെട്ടെന്ന് പോകുന്ന ആ ഒരു ആളെ പറ്റി പറയുന്നില്ല. 110 സങ്കീർത്തനത്തിൽ മാത്രമേ പറയുന്നുള്ളെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് പറയാമോ? പെട്ടെന്ന് പറയാം ആർക്കെങ്കിലും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിലെ റെഫറൻസ് കൂടാതെ 110 സങ്കീർത്തനത്തിൽ മാത്രമാണ് മൽക്കീസദേക്കിനെ പറ്റി ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഞാൻ നേരത്തെ എന്താണ് ലേവ്യ പൗരോഹിത്യത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. 110 സങ്കീർത്തനത്തിൽ കൂടി പറയുന്നത് യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യനാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ലേവി പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്ന് 110 സങ്കീർത്തനത്തിലും തെളിയുന്നില്ല. അത് ആദ്യമേ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അന്നേരം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം മോശ പറയുമ്പോൾ മൽക്കീസദേക്കിനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ മൽക്കീസദേക്ക് ലേവിയേക്കാൾ ഉന്നതനായിട്ടുള്ള പുരോഹിതനാണ് എന്ന് അവിടെ ഗ്രൗണ്ട് ഇട്ടു. എന്നിട്ട് 110 സങ്കീർത്തനത്തിൽ ദാവീദ് ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം പറയാണ്, മശിഹ യേശുക്രിസ്തു വരുമ്പോൾ ആ യേശുക്രിസ്തു ഈ മൽക്കീസദേക്കിന് ക്രമപ്രകാരമുള്ള പൗരോഹിതനാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആ മൽക്കീസദേക്ക് ലേവിയേക്കാൾ ഉന്നതമായുള്ള പുരോഹിതനാണ്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ
ലേവിയ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്നും യേശു ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണെന്നും അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഈ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്നും തെളിയിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് വീണ്ടും ഇത് കേട്ട് നോക്കിയിട്ട് കേൾക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങട്ടെ. എന്തിനാണ് ഇതെല്ലാം എബ്രായ ലേഖനകർത്താവ് പറയുന്നത്? എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഈ രണ്ട് വാക്ക്, എന്നാൽ ഞാൻ പറഞ്ഞത് ദൈവവചനത്തിൻ്റെ ഒരു നിസ്തുല്യതയാണ്. കാരണം ആയിരക്കണക്കിന് വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ രണ്ട് വ്യക്തികൾ രണ്ട് സ്ഥലത്ത് നിന്ന് എഴുതുമ്പോൾ ദൈവം ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാണ്. കാരണം എന്താണ്? യേശുക്രിസ്തു എന്നൊരു പുരോഹിതൻ വരുമ്പോൾ ഇത് എബ്രായ ലേഖനകർത്താവ് അവർക്കത് പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കണം. ഞാനിത് പറയാൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? യേശുക്രിസ്തു നമ്മുടെ അടുത്ത് യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, നമ്മുടെ അടുത്ത് വേറൊന്നും വിശദീകരിക്കേണ്ട. പക്ഷേ ഇത് പറയുന്നത് എബ്രായ വിശ്വാസികളുടെതാണ്, യഹൂദ വിശ്വാസികളുടെതാണ്. അവർക്ക് അവരുടെ പുസ്തകത്തിൽ നിന്ന് അത് പ്രൂവ് ചെയ്തെങ്കിലേ ഒക്കെ ഉള്ളൂ, അല്ലേ? നിങ്ങളൊരു ജൂയിഷ് ആൾക്കാരുടെ അടുത്ത് ഇത് സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ സിൻസിനാറ്റി വന്നിട്ടുള്ള അമേരിക്കയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ശനിയാഴ്ചകളിൽ ഞാൻ ഈ ക്ലാസ്സിന് മുമ്പ് അറ്റൻഡ് ചെയ്യുന്നൊരു ഒരു ഫെലോഷിപ്പാണ്. ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ രണ്ട് യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസിയിൽ നിന്ന് വന്നിട്ടുള്ള രണ്ടുപേരുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് ഇതിൽ വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് വന്നിട്ടുള്ള അറബ് ക്രിസ്ത്യനും യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായി തീർന്ന രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള മീറ്റിംഗ് ആദ്യമായിട്ട് കാണുന്നത്. കാരണം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അതല്ല പറയാൻ വന്നത്. അന്നേരം അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇവർക്ക് അവർ യേശുക്രിസ്തു വിശ്വസിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്ന് അത് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അന്നേരം അങ്ങനെ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം ഇത് എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവാണ്. അന്നേരം എന്താണ് ഇതിൽ കൂടി എബ്രായ ലേഖനകർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്? എബ്രായ ലേഖനകർത്താവ് ഇതിൽ കൂടി ഒരു 4 കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് 4 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാനിത് പെട്ടെന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കണം. അന്നേരം ഒന്നാമത്തെ കാര്യത്തിൽ കൂടി എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ഈ ഞാൻ പറയുന്നത് 110-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് മാത്രമുള്ള എക്സ്പ്ലനേഷനിൽ കൂടി ഏറ്റവും പ്രധാനമായിട്ട് എബ്രായ ലേഖനകർത്താവ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ലേവ്യ പൗരോഹിത്യം ഒരു ഇംപെർഫെക്റ്റ് പൗരോഹിത്യമായിരുന്നു എന്നുള്ളതാണ്. ലേവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് വാസ് ഇംപെർഫെക്റ്റ് എന്നുള്ളതാണ് ഇദ്ദേഹം പ്രൂവ് ചെയ്യുന്നത്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ നിന്നും 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. എങ്ങനെയാണ് എബ്രായ ലേഖനകർത്താവിന് 110-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്നും ലേവ്യ പൗരോഹിത്യം ഒരു ഇംപെർഫെക്റ്റ് പൗരോഹിത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും? ആർക്കെങ്കിലും പെട്ടെന്ന് പറയാം. ലേവ്യ പൗരോഹിത്യം ഇൻപെർഫെക്റ്റ് ആണെന്ന് 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് എബ്രായ ലേഖനകർത്താവിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഞാൻ വായിച്ച് നിർത്തിയ വാക്യത്തിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നു എങ്കിൽ അതിൻ്റെ കീഴിലല്ലോ ജനന്യായ പ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതനും വരുവാൻ എന്താവശ്യം? ഒരു ചോദ്യം ഇവരുടെ ചോദിക്കുകയാണ്, എബ്രായ വിശ്വാസികളുടെ ചോദിക്കുകയാണ്. ഇതൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നൗ ഇഫ് പെർഫെക്ഷൻ വാസ് ത്രൂ ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്, അന്നേരം ലേവ്യ പൗരോഹിത്യത്തിൽ കൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു എങ്കിൽ ദൈവം എന്തിനാണ് 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ വേറൊരു പുരോഹിതൻ വരുന്നു എന്ന് വാഗ്ദത്തം ചെയ്യേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്? ലേവ്യ പൗരോഹിത്യത്തിൽ കൂടി ഒരിക്കലും ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ദൈവവുമായിട്ടുള്ളൊരു പെർഫെക്റ്റ് റിലേഷൻ, മനുഷ്യനിൽ ഒരു പെർഫെക്ഷൻ, 2 കാര്യങ്ങളും ലേവ്യ പൗരോഹിത്യത്തിന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് ദൈവത്തിന് തന്നെ അറിയാവുന്നത് കൊണ്ട് പഴയ നിയമത്തിൽ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, വേറൊരു പുരോഹിതൻ വരാൻ പോകുന്നു, വേറൊരു ക്രമത്തിൽ ഒരു പുരോഹിതൻ വരാൻ പോകുന്നു, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ വരാൻ പോകുന്നു. ആ പുരോഹിതൻ വരാൻ പോകുന്നു എന്ന് പറയുന്നതിൽ കൂടി
പഴയ നിയമത്തിൽ തന്നെ ദൈവം പറയുകയാണ് ഈ പൗരോഹിത്യം പെർഫെക്റ്റ് അല്ല, ഈ പൗരോഹിത്യത്തിന് പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ടും കഴിയത്തില്ല. അന്നേരം എന്താണ് പഴയ നിയമത്തിന് കഴിയാതിരുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞത്. പഴയ നിയമ പൗരോഹിത്യത്തിനോ പഴയ നിയമ യാഗങ്ങൾക്കോ ന്യായപ്രമാണത്തിനോ ഒന്നും കഴിയാതിരുന്നത് മനുഷ്യനെ പെർഫെക്റ്റ് ആക്കാനായിട്ടും കഴിഞ്ഞിരുന്നില്ല, ദൈവമായിട്ടൊരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് കൊണ്ടുവരാനായിട്ടും കഴിഞ്ഞിരുന്നില്ല. അതാണ് എബ്രായ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയാണ്, എബ്രായ ലേഖനം 10:10 പറയാണ്, ബൈ ദിസ് വിൽ, ആ ഇഷ്ടത്തിൽ യേശു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. വി ഹാവ് ബീൻ സാങ്ക്ടിഫൈഡ് ത്രൂ ദ ഓഫറിംഗ് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വൺസ് ആൻഡ് ഫോർ ഓൾ. നമ്മൾ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഏകയാഗത്താൽ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ബൈ വൺ ഓഫറിംഗ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ ഓൾ ടൈംസ് ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി, ഈ പുതിയ ഉടമ്പടിയിൽ കൂടി ഒരു വിശ്വാസി അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അവൻ പെർഫെക്റ്റഡ് ആകുന്നു, എന്നേക്കുമായി പെർഫെക്റ്റ് ആകുന്നു. ഇത് ബൈബിളിലെ വാക്കുമാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്ന വാക്കല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഉടമ്പടിയുടെ മഹത്വം മനസ്സിലാവുള്ളൂ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ദൈവം നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നു. നമ്മുടെ പാപഹൃദയം എടുത്തു മാറ്റി നമുക്കൊരു പുതിയ ആത്മാവിനെ തന്നു. വി ബിക്കം പെർഫെക്റ്റ് ഇൻ സൈറ്റ് ഓഫ് ഗോഡ്. നമ്മൾ പെർഫെക്റ്റ് ആയിത്തീരുന്നു. മാത്രമല്ല, ഒരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു. പാപം കടന്നു വരുന്നതിന് മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരും ചോദ്യം പിന്നെയും ചോദിക്കുന്നത്, അങ്ങനെ തന്നെയാണോ ചോദിക്കുന്നതിൻ്റെ കാര്യം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നമ്മളെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു. നമ്മൾ ദൈവവുമായിട്ട് പെർഫെക്റ്റ് റിലേഷനിലേക്ക് ദൈവം കൊണ്ടിരിക്കുന്നത്. അതാണ് എബ്രായ ലേഖന കർത്താവ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ആ ദേഹം എന്ന തിരശ്ശീല ചിന്തി ദൈവവുമായിട്ടുള്ള പെർഫെക്റ്റ് റിലേഷനിലേക്ക് കൊണ്ടുവന്നു. ഇത് പഴയ ഉടമ്പടിയുടെ കീഴിൽ സാധ്യമായിരുന്നതേയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്, മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും. ന്യായപ്രമാണത്തെപ്പറ്റിയും പഴയ ഉടമ്പടിയെ പറ്റി പറയുകയാണ്, അത് ബലഹീനമാണ്, അത് നിഷ്പ്രയോജനമാണ്. നിഷ്പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിൽ അത് നിഷ്പ്രയോജനമായിരുന്നല്ലോ, യേശു ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നൊരു ഉദ്ദേശം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ നീക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ന്യായപ്രമാണത്താൽ ഒന്നും പെർഫെക്റ്റഡ് ആയിട്ടല്ലോ, ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തിപ്പെടാക്കില്ല. ഫോർ ദ ലോ മെയ്ഡ് നത്തിങ് പെർഫെക്റ്റ്. അന്നേരം ലോ കുഡ് നോട്ട് മേക്ക് എ മാൻ പെർഫെക്റ്റ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ഒരു പെർഫെക്റ്റ് ആകുന്നു, ദൈവമായിട്ട് പെർഫെക്റ്റ് റിലേഷനിലേക്ക് വന്നിരിക്കുന്നു. ഇത് ആയിരുന്നു ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ഇംപെർഫെക്ഷൻ. അത് പഴയ നിയമത്തിൽ തന്നെ ദൈവം പറയുകയാണ് അത് ഇംപെർഫെക്റ്റ് ആണ് എന്നറിയാവുന്നത് കൊണ്ടാണ് ദൈവം, അത് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ വേറൊരു പുരോഹിതൻ്റെ ആ വാഗ്ദത്തം പഴയ നിയമത്തിൽ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് ആരുടെ തന്നെ പറയുന്നത്? ഇത് എബ്രായ വിശ്വാസികളുടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അവർ തന്നെ പറയാണ്, നിങ്ങളുടെ പൗരോഹിത്യം, അത് പൗരോഹിത്യവും ഇതെല്ലാം വളരെ കാര്യമായിട്ട് വിശ്വസിക്കുന്നവർ പറയാണ്, ദാറ്റ് വാസ് ഇംപെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പുരോഹിതൻ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒന്ന് ഇംപെർഫെക്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, എബ്രായനർത്ഥം പറയാണ്, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് വാസ് ഇൻഫീരിയർ ടു മെൽക്കിസെദേക്സ് പ്രീസ്റ്റ്ഹുഡ് ഓർ ജീസസ് ക്രൈസ്റ്റ് പ്രീസ്റ്റ്ഹുഡ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെക്കാൾ, മൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തു പൗരോഹിത്യത്തെക്കാൾ ലേവ്യ പൗരോഹിത്യം ഇൻഫീരിയർ ആയിരുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് എബ്രായനർത്ഥം പ്രൂവ് ചെയ്യുന്നത്? അത് പറയാമോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ കൊടുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഞാനിതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. കേട്ടിട്ടുള്ളവർക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഇൻഫീരിയർ ആണെന്ന് എബ്രായ ലേഖനത്തെ പ്രൂവ് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും യാഗം വേണ്ടി വന്നു. യേശുവിന്റെ യാഗം അല്ല, ഞാൻ പറയുന്നത് ഇൻഫീരിയർ ആണ് എന്ന് അവിടെ തന്നെ പറയുന്ന കാര്യം. 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം പ്രൂവ് ചെയ്യുന്നത്. 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ കൂടി അത് ഇൻഫീരിയർ ആണ് എന്ന് എബ്രായ ലേഖനത്തെ പ്രൂവ് ചെയ്യുന്നു. ഇൻപെർഫെക്റ്റ് ആണെന്നും 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നിന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇൻഫീരിയർ ആണെന്ന് 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. ലേവി ദശാംശം കൊടുത്തത് 110-ാം സങ്കീർത്തനത്തിലല്ല ദശാംശം കൊടുത്ത കാര്യം പറയുന്നത്, അത് ഉൽപ്പത്തിയിലാണ്. അത് ശരിയുമാണ്. പക്ഷെ 110-ാം സങ്കീർത്തനത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഓക്കെ, അത് 110-ാം സങ്കീർത്തനത്തിൽ ഒരു കാര്യം കൂടി
പറയുന്നുണ്ട്, നീ എന്നേക്കും ഒരു പുരോഹിതൻ, മാറ്റം വരികയില്ല എന്ന് ദൈവം ആണയിട്ട് സത്യം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. 21 വാക്യം പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ പറ്റി പറയാണ്, അവർ ആണ കൂടാതെ, 20-21, അവർ ആണ കൂടാതെ പുരോഹിതന്മാരായിരുന്നു. ഇവനോ നീ എന്നേക്കും എന്ന് പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടി തന്നെ. ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സത്യം ചെയ്യുക എന്നുള്ളത്. ദൈവം വാഗ്ദത്തം ചെയ്തു ഒരു പുരോഹിതൻ വരുന്നു എന്നുള്ളത്, സത്യവും ചെയ്തു. എബ്രായ ലേഖന കർത്താവ് തന്നെ ഈ കാര്യം 2 പ്രാവശ്യം രണ്ട് കാര്യത്തെ പറ്റി മുമ്പ് പറയുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പറ്റിയും പറയുന്നുണ്ട്, ദൈവത്തിന്റെ സത്യത്തെ പറ്റിയും പറയുന്നുണ്ട്. തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തത് കൊണ്ട് താൻ ആണയിട്ട് സത്യം ചെയ്തു. അന്നേരം പഴയ നിയമ പുരോഹിതന്മാർ ഒരു സത്യം ചെയ്തിട്ടല്ല അവരെ പുരോഹിതന്മാരാക്കിയത്. എന്നാൽ ഈ പുരോഹിതൻ ദൈവം ഇട്ട ആണയോടുകൂടിയാണ് അവൻ പുരോഹിതനാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷതയേറിയ നിയമത്തിന്, കവനന്റിന് യേശു ഉത്തരവാദിയായിരുന്നു. 22 so much more also Jesus has become a guarantee of a better covenant because it was through the oath. ഇതും 110 സങ്കീർത്തനത്തിലാണ് ഈ സത്യം ചെയ്തു എന്നുള്ള വാക്യം വരുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പഴയ നിയമ പുരോഹിതന്മാരെ ഒരിക്കലും സത്യം ചെയ്തിട്ടല്ല പുരോഹിതന്മാരാക്കിയത്. പുതിയ നിയമ പുരോഹിതനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ, ഇല്ലെങ്കിൽ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ദൈവം ഒരു ആണയിട്ടിട്ട് ഉറപ്പിച്ചതായതുകൊണ്ട് ആ പൗരോഹിത്യം ബെറ്ററാണ്, സുപ്പീരിയറാണ്. അതുകൊണ്ട് തന്നെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തെക്കാൾ ലേവിയ പൗരോഹിത്യം ഇൻഫീരിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ്. അത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിശേഷതയേറിയ ഉടമ്പടിക്ക് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഒരു ബെറ്റർ കവനന്റിൽ കൂടി നിലനിൽക്കുന്നതാണ് എന്നത് ഈ ആണയിടുന്നതിൽ കൂടിയാണ് ഉറപ്പിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണയുടെ പ്രത്യേകത എന്താണ്? ആണയിട്ട ദൈവത്തിന് ഒരിക്കലും ഇത് മാറ്റാനായിട്ട് കഴിയത്തില്ല. ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു പുരോഹിതനായിട്ട് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ലേവ്യ പൗരോഹിത്യം എന്നുള്ളത് ഒരു ടെമ്പററി ആണ് എന്നുള്ളത്. മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം പെർമനന്റുമാണ്. അതെങ്ങനെയാണ് എബ്രായ ലേഖന കർത്താവ് പ്രൂവ് ചെയ്യുന്നത്? 110 സങ്കീർത്തനം 4 വാക്യം. അതിന് താഴെ എഴുതിയിരിക്കുന്ന വാക്യം മരണനിമിത്തം. അന്നേരം ഒന്ന്, 2 രീതിയിൽ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവനോ എന്നേക്കും. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, മരണം നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരികകൊണ്ട് പുരോഹിതന്മാരായി തീർന്ന അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമത്തെ പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് വീണ്ടും 110 സങ്കീർത്തനം 4 വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ എന്നേക്കും ഒരു പുരോഹിതനായിരിക്കും എന്ന് പറയാം. 2 രീതിയിലാണ് ലേവ്യ പൗരോഹിത്യം ടെമ്പററി ആയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. 2 രീതിയിൽ ടെമ്പററി ആണ്. ഒന്ന്, പുരോഹിതന്മാർ നിത്യമായിട്ട് ജീവിക്കുന്ന പുരോഹിതന്മാരല്ല, അവർ മനുഷ്യരാണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതനാണ്. അന്നേരം ഒരു പുരോഹിതൻ മരിക്കുമ്പോൾ അന്നേരം ആ ഓഫീസ് അടുത്ത ആൾ ഏറ്റെടുക്കുകയും ചെയ്യണം. അന്നേരം വ്യക്തി എന്ന നിലയിൽ പുരോഹിതന്മാർ മാറിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല ആ പൗരോഹിത്യവും പെർമനന്റ് ആണെന്ന് ദൈവം ഒരിടത്തും വാഗ്ദാനം ചെയ്തില്ല. പൗരോഹിത്യവും പെർമനന്റ് അല്ല, പുരോഹിതന്മാരും പെർമനന്റ് അല്ല. 2 കാര്യങ്ങൾ ഇവിടെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യത്തിലുണ്ട്. ഒന്ന്, യേശുക്രിസ്തു എന്ന വ്യക്തി പെർമനന്റായിട്ട് നിൽക്കുന്ന പുരോഹിതനാണ്. ആ പൗരോഹിത്യം എന്നേക്കുമുള്ളതാണ് എന്നും ദൈവം വാഗ്ദാനം ചെയ്തു. 2 ആവശ്യമുണ്ട് അല്ലേ? പൗരോഹിത്യം എന്നേക്കും നിൽക്കുന്നതാണെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ട് ആ പുരോഹിതൻ മരിക്കുകയാണെങ്കിൽ പിന്നെ ആ വാഗ്ദത്തം നിലനിൽക്കുകയില്ല. ഇനി പുരോഹിതൻ എന്നേക്കും ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും പൗരോഹിത്യം ഒരിക്കലും ദൈവം മാറുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തില്ലെങ്കിലും അത് പെർമനന്റ് ആവുകയില്ല. അതായത് 2 രീതിയിൽ എന്താണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തെക്കാൾ വ്യത്യാസമുള്ളതാണ്, ഇല്ലെങ്കിൽ പെർമനന്റ് ആണ്, മറ്റേത് ടെമ്പററി ആണ് എന്ന് പറയുന്നത്. ഒന്ന്, പുരോഹിതന്മാർ മരണം നിമിത്തം മാറ്റപ്പെടുന്നതായിരുന്നു, പൗരോഹിത്യം തന്നെ ദൈവം മാറ്റപ്പെടാനായിട്ട് വെച്ചിരുന്നതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്രേ പ്രാപിക്കുന്നത്. ആ പൗരോഹിത്യത്തിന്റെ റിലവൻസ് എന്നാണ്. അതുകൊണ്ട് പറയാൻ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അന്നേരം ഈ ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങൾ
പറയുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ സമയം പോയതുകൊണ്ട് ഏറ്റവും അടുത്തതായിട്ട് എബ്രാഹിം അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മൽക്കീസദേക്കിൻ്റെ ലേവ്യ പൗരോഹിത്യത്തിന് ഉള്ള യോഗ്യതയും മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള പുരോഹിതനാകാനായിട്ടുള്ള യോഗ്യതയും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് പറയാം. റിക്വയർമെന്റ് ഓഫ് ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് റിക്വയർമെന്റ് ഓഫ് ദ മൽക്കീസദേക്ക് പ്രീസ്റ്റ്ഹുഡ്, ഇത് തമ്മിലുള്ള റിക്വയർമെന്റ് വ്യത്യാസമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതെന്താണെന്ന് പറയാം. ഇത് വായിച്ചിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ലേവ്യ പൗരോഹിത്യ പ്രകാരം ഒരാൾ പുരോഹിതനാകുന്നത്, എങ്ങനെയാണ് മൽക്കീസദേക്കിന്റെ പ്രകാരം ഒരാൾ പുരോഹിതനാകുന്നത്? ഞാൻ പറയുന്നത് ഡിഫിക്കൽട്ടാണ്. എബ്രാഹിം 7-ാമത്തെ അധ്യായത്തിലെ കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായിരുന്നു റിക്വയർമെന്റ്? ലേവ്യ പൗരോഹിത്യത്തിന്റെ റിക്വയർമെന്റ് എന്താണ്? മൽക്കീസദേക്കിന്റെ പ്രകാരമുള്ള പുരോഹിതത്തിന്റെ റിക്വയർമെന്റ് എന്താണ്? അവർക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് വേണമായിരുന്നു പുരോഹിതനാകാനായിട്ടുള്ള റിക്വയർമെന്റ് ആകാനായിട്ട്. അഹ്റോന്റെ വംശാവലിയിൽ അല്ലേ? യെസ്. അന്നേരം അത് ഇബ്രാഹിം നേരത്തെ പറയുന്നത് വേറെ രീതിയിലാണ്. അതിന്റെ 19-ാമത്തെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഇരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും തെളിവായി വിടുന്നു. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറയാണ്, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമായല്ലോ, ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അന്നേരം പൗരോഹിത്യം വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഹരോന്റെ ക്രമപ്രകാരവും രാജ്യത്തും വരുന്നത് ദാവീദിന്റെ ക്രമപ്രകാരമാണ്. അന്നേരം യേശു ക്രിസ്തു വന്നത് ദാവീദിന്റെ ക്രമപ്രകാരമാണ്, അഹരോന്റെ ക്രമപ്രകാരമല്ല. അന്നേരം എബ്രാഹിം ലേഖനത്തെ ഇതിൽ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേവ്യ പൗരോഹിത്യത്തിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡസംബന്ധമായിട്ടുള്ള ആ ജനനത്തിൽ കൂടിയാണ്. അന്നേരം അഹരോന്റെ ആ കുടുംബത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഒരു പുരോഹിതനാകാനായിട്ട് ലേവ്യ പൗരോഹിത്യത്തിൽ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. 15-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ് 16, ആൻഡ് ദിസ് ഈസ് ക്ലിയറർ സ്റ്റിൽ ഇഫ് അനദർ പ്രീസ്റ്റ് അറൈസസ് അക്കോർഡിംഗ് ടു ദ ലൈക്ക്നെസ് ഓഫ് മൽക്കീസദേക്ക്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഹൂ ഹാസ് ബിക്കം a high priest such not on the basis of the law of physical requirement but according to the power of an indestructible life. അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഒരു വ്യക്തി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിൽ കൂടിയാണ് അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായി തീരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പുരോഹിതനായത് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് ദൈവം അവനെ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയിൽ കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടാണ്. ലേവ്യ പൗരോഹിത്യത്തിൽ കൂടി ഒരുവൻ പുരോഹിതനാകുന്നത് പുരോഹിതന്റെ മകനായിട്ട് ആ ലീനിയേജ് വഴിയാണ്, ശാരീരികമായിട്ടുള്ള പിന്തുടർച്ച വഴിയാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമായിട്ട് യേശുക്രിസ്തു പുരോഹിതനാകുന്നത് യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയിൽ കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ബർത്തിൽ കൂടിയാണ് അഹരോന്റെ ക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടിയുള്ള ഒരു മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പൊക്കെയാണ് യേശു ക്രിസ്തു എന്താണ് മഹാപുരോഹിതനായത്. ഇതെന്താണ് നമ്മുടെ റെലവൻസ്? ഈ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിനെ ജനനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ജനിച്ചവൻ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളും എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ആ ക്രമത്തിലുള്ള പുതിയ നിയമ പുരോഹിതന്മാരാകുന്നത്? യേശുക്രിസ്തുവിനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയിൽ കൂടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവമക്കളായിത്തീരുന്നു, ദൈവമകനായിത്തീരുന്നു. അങ്ങനെ അതേ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയിൽ കൂടി നമ്മളും ദൈവത്തിൻ്റെ പുതിയ നിയമ രാജകീയ പുരോഹിതന്മാരായിത്തീരുന്നു. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് പുതിയ നിയമത്തിൻ്റെ പൗരോഹിത്യം അതിൽ കൂടിയാണ് വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴേക്കും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ നിയമ പൗരോഹിത്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ദൈവം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ദൈവം സ്ഥാപിച്ചത് ഒരു ഫിസിക്കൽ ബർത്തിൽ കൂടിയല്ല, ഒരു സ്പിരിച്വൽ റെസറക്ഷനിൽ കൂടിയാണ്. നമ്മളും
യേശുക്രിസ്തുവിൻ്റെ അതേ ക്രമത്തിലുള്ള രാജകീയ പുരോഹിതന്മാരായിത്തീരുന്നത് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലുള്ള ഉയർത്തെഴുന്നേൽപ്പിലാണ്. അതാണ് പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതേ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമുക്കും ജീവൻ പ്രാപിച്ചിട്ട് നമ്മളും എന്തായിത്തീരുന്നു, നമ്മളും പുരോഹിതന്മാരായിത്തീരുന്നു. ആ പൗരോഹിത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ഒരു സഭയിലുള്ള എല്ലാ വ്യക്തികൾക്കും പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ട് എന്നും ആ പൗരോഹിത്യ ശുശ്രൂഷ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുന്നു. എന്നിട്ട് ഇതൊന്നും മനസ്സിലാകാത്തൊരു വ്യക്തിക്ക്, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തൊരു വ്യക്തി, ഈ കാര്യങ്ങളൊന്നും ക്ലിയറായിട്ട് മനസ്സിലാകാത്തൊരു വ്യക്തി, അങ്ങനെയുള്ള സഭകൾ എപ്പോഴും പുതിയ നിയമസഭയെന്ന് അവർക്ക് പേരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അച്ഛനോ കുപ്പായമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം, എങ്കിലും അവർ പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള പൗരോഹിത്യം തന്നെ പ്രാക്ടീസ് ചെയ്യും. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ആഴ്ചയിൽ ഞാൻ അതോട് പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത് തന്നെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം പോയി. അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതിൻ്റെ ബേസിലുള്ള പുതിയ നിയമ പൗരോഹിത്യം എന്താണെന്നുള്ളത് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എബ്രായലേഖന കർത്താവ് പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കേട്ട് നോക്കുക. കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ക്ലിയർ ചെയ്യാം. ഞാനിത് വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ബേസിക്കലി പറഞ്ഞത് പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യമുള്ള വ്യത്യാസവും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവും ലേവ്യ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസവും അതെങ്ങനെയാണ് ദൈവം പഴയ നിയമത്തിൽ തന്നെ പ്രൂവ് ചെയ്തെന്നുള്ളതും, അതുപോലെ തന്നെ പുതിയ നിയമ പൗരോഹിത്യത്തിൽ കൂടി ദൈവം പറയുന്ന മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തിൽ നിന്നും ഏത് രീതിയിൽ അറ്റ്ലീസ്റ്റ് 4 കാര്യങ്ങളിൽ വ്യത്യസ്തനായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്കൊരു തിയോളജിക്കൽ തിയറിയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ പൗരോഹിത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും എന്താണെന്ന് അറിയുമോ, നമ്മളെപ്പോഴും എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ശുശ്രൂഷയും ദൈവം വെച്ചിട്ടില്ല. നമുക്ക് കേൾക്കുകയും പാട്ട് പാടുകയും സ്തോത്രകാഴ്ച കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് പല വിശ്വാസികളും വളരെ വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കാനുള്ള സാധ്യത, അവരുടെ ജീവിത അവസാനം വരെയും അങ്ങനെ പോകുന്നവരുണ്ട്. യഥാർത്ഥത്തിലുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്കത് മനസ്സിലാവുക, ആ സത്യം നമ്മൾ മനസ്സിലാക്കി നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്യാം. ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട്? ഈ പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ റെഫറൻസുകളെ ഫസ്റ്റ് പീറ്ററിനകത്ത് മാത്രമേ ഉള്ള കൂടുതലായിട്ട് പറഞ്ഞിട്ട്, വേറെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്? അല്ലല്ല, പുതിയ ഫസ്റ്റ് പീറ്ററിൽ മാത്രമല്ല. ഫസ്റ്റ് പീറ്ററിൽ ആ പുരോഹിതൻ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്ന അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ഫസ്റ്റ് പീറ്റർ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ലേഖനങ്ങളിലെല്ലാം തന്നെ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ബ്രദറെ, ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ളതും പഴയ നിയമത്തിലുണ്ടായിരുന്നു. അതുകൂടാതെ ലേവി പൗരോഹിത്യവും പഴയ നിയമത്തിലുണ്ടായിരുന്നു. 2 പൗരോഹിത്യം പഴയ നിയമത്തിലുണ്ടായിരുന്നോ? മൽക്കിസേദക്കിന്റെ ക്രമപ്രകാരം ഉണ്ടാകുന്ന പൗരോഹിത്യം എന്ന് പറയുന്നു. പിന്നെ ലേവി ഗോത്രത്തിൽ ലേവി അതിങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു പൗരോഹിത്യം ഉണ്ടെന്ന് പറയുന്നു. അത് എങ്ങനെയാ? ഇല്ല, 2 തരത്തിലുള്ള പൗരോഹിത്യം ഇല്ല. കാരണം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം പറയുമ്പോൾ ലേവി പൗരോഹിത്യം തുടങ്ങിയിട്ടില്ല. കാരണം അബ്രഹാമിന്റെ വംശാവലിയിൽ ലേവി പിന്നീടാണ് വരുന്നത്. മോശ വന്നിട്ട് അവിടെയാണ് ന്യായപ്രമാണം, പൗരോഹിത്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ന്യായപ്രമാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ പുരോഹിതന്റെ പിന്നീട് അതിൻ്റെ തുടർച്ചയൊന്നും അവിടെ പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ ഒരു പൗരോഹിതനെ ദൈവം അവതരിപ്പിക്കുന്നത് ആ ക്രമത്തിൽ യേശുക്രിസ്തു വരാൻ പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പുരോഹിതൻ ആ ക്രമത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതും ആ പൗരോഹിത്യം ദൈവം യേശുക്രിസ്തുക്കളോട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഴയ നിയമ പൗരോഹിത്യവും ന്യായപ്രമാണത്തെയും ദൈവം നീക്കിക്കളയൂ എന്നുള്ളത് പറയാൻ വേണ്ടി. അതാണ് എബ്രായലേഖനത്തിൽ പറയുന്നത്, പൗരോഹിത്യത്തിന് മാറ്റം വരുമ്പോൾ ന്യായപ്രമാണവും കൂടി നീങ്ങിപ്പോകാൻ ആവശ്യമായി വരുന്നു. അന്നേരം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചറായിട്ട് ഉൽപ്പത്തിയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നു എന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. ആ പുരോഹിതനെ അവിടെ കാണിക്കുന്നു, അതിനുശേഷം പിന്നെ അതിനെപ്പറ്റി ആ ക്രമത്തിൽ ആരും വരുന്നില്ല.
അതിന് ആളെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചരിത്രമോ അദ്ദേഹത്തിൻ്റെ മക്കൾ ആരാണെന്നോ പിതാവ് ആരാണെന്നോ ഒന്നും പറയാതെ തന്നെ അദ്ദേഹത്തെ അവിടെ അവതരിപ്പിക്കുന്നു. അതിനുശേഷം അടുത്തതായിട്ട് യേശുക്രിസ്തു ആ ക്രമത്തിൽ വരും എന്ന് ഒരു പ്രവചനം 110 സങ്കീർത്തനത്തിൽ പറയുന്നു. അങ്ങനെ യേശുക്രിസ്തു അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമായിട്ട് പുരോഹിതനായിട്ട് വരുന്നു. അപ്പോൾ ആ ടെമ്പററി ആയിട്ടുള്ള പൗരോഹിത്യവും ന്യായപ്രമാണവും നീങ്ങിപ്പോകുന്നു. പുതിയ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പൗരോഹിത്യം ഒരുമിച്ചിട്ട് ഒരിക്കലും പോകുന്നില്ല. ഒരു പൗരോഹിത്യം വരുമ്പോൾ മറ്റേതങ്ങ് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അന്നത്തെ കാലത്ത് അപ്പൊ അബ്രഹാമിന് എങ്ങനെ ഇത് മനസ്സിലായി? മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം ആ സമയത്ത് എങ്ങനെ മനസ്സിലായി? അതൊന്നും അവിടെ പറയുന്നില്ല. ആ കാര്യങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ചില കാര്യം ഈ മൽക്കീസേദെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും ദൈവം വെളിപ്പെടുത്തുന്നില്ല. മൽക്കീസേദെക്ക് ശാലേമിൽ എന്ന് പറഞ്ഞൊരു രാജാവായിട്ട് വരുന്നു. അബ്രഹാമിനത് മനസ്സിലായി, അദ്ദേഹം ദൈവത്തിൻ്റെ രാജാവും പുരോഹിതനുമാണെന്ന് മനസ്സിലായി. പിന്നീട് ഒരിടത്തും ഈ രാജാവും പുരോഹിതനുമായിട്ട് ഒരാളും വരുന്നുമില്ല. അന്നേരം അബ്രഹാമിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. അബ്രഹാം അദ്ദേഹത്തിന് ദശാംശം കൊടുത്തു, അബ്രഹാമിനെ അദ്ദേഹം അനുഗ്രഹിച്ചു. അത്രയേ അവിടെ പറയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് മൽക്കീസേദെക്കിനെ പറ്റിയോ അബ്രഹാമിനെ എങ്ങനെ മനസ്സിലായെന്നുള്ളത് ഇതൊന്നും ദൈവനും വെളിപ്പെടുത്തുന്നതേ ഇല്ല. അതൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്താതിരിക്കുന്നത്. നമുക്ക് അറിയേണ്ട ആവശ്യം എന്താണെന്നുള്ളത് പുതിയ നിയമ പൗരോഹിത്യം, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, അത് നമ്മളെക്കാൾ കൂടുതൽ ഒരു യഹൂദ വിശ്വാസിക്ക്, നമുക്കും അത് ആപ്ലിക്കബിൾ ആണ് തീർച്ചയായിട്ടും. ആ യഹൂദ വിശ്വാസിക്ക് മനസ്സിലാവണം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കീസേദെക്ക് എന്ന് പറയുന്ന അതേ ക്രമത്തിലുള്ള പൗരോഹിത്യമാണ്. ആ ക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് അഴിഞ്ഞു പോകാത്ത ജീവൻ്റെ ശക്തിയിലുള്ള പൗരോഹിത്യമാണ്. അത് മോശയുടെ കീഴിൽ വന്ന, ഇല്ലെങ്കിൽ അഹരോന് കീഴിൽ വന്ന ലേവ്യ പൗരോഹിത്യക്കാൾ ഉന്നതമാണ് എന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അന്നേരം അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവനും വെളിപ്പെടുത്താത്ത ഒരു കാര്യം നമുക്ക് അറിയത്തതേയില്ല. അപ്പൊ യഹൂദന്മാർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയത്തില്ല. യഹൂദന്മാർക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യഹൂദന്മാർക്ക് അവരുടെ പഴയ നിയമത്തിൽ നിന്നും തന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർക്ക് ഇത് പഴയ നിയമം വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അവർ ഫോളോ ചെയ്തിരിക്കുന്ന ലേവ്യ പൗരോഹിത്യക്കാൾ ഉന്നതമായിട്ടൊരു പൗരോഹിത്യമുണ്ട്. ആ പുരോഹിത്യത്തിലാണ് യേശുക്രിസ്തു വരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ ലേവ്യ പൗരോഹിത്യം ഒബ്സലേറ്റാണ്, അത് കഴിഞ്ഞു പോയി, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടു. ഇനി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി അവർക്ക് ദൈവമക്കളായി തീരാനായിട്ടും ഈ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ വരാൻ കഴിയുമെന്ന് യഹൂദന്മാർക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 110-ാം സങ്കീർത്തനത്തിൽ മൽക്കീസേദെക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. യഹൂദന്മാർക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. യഹൂദന്മാർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല, ഉണ്ടാവില്ല. കാരണം അവർ യേശുക്രിസ്തു മശിഹയാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബ്രദർ ആദ്യം പറഞ്ഞല്ലോ ഹീബ്രൂസ് 5:14 കാര്യം പറഞ്ഞല്ലോ, സോളിഡ് ഫുഡ് ഇസ് ഫോർ ദ മെച്യൂർ, ഫോർ ദോസ് ഹു ഹാവ് ദെയർ പവേഴ്സ് ഓഫ് ഡിസേൺമെന്റ് ട്രെയിൻഡ്. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അനുസരിക്കുമ്പോഴാണോ അത് അതാണോ അവിടെ മീൻ ചെയ്യുന്നത്? ട്രെയിൻ ടു ഡിസേൺ എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അവിടെ അനുസരണത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ദൈവവചനം നമ്മൾ വായിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് തെളിയിച്ച് തരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സെൻസസ് അതിനനുസരിച്ച് ട്രെയിൻഡ് ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. സെൻസസ് ട്രെയിൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിൽ ഉണ്ട്. നമ്മളുടെ നോർമൽ സെൻസസ് കൊണ്ടാണല്ലോ നമ്മൾ സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വായിക്കുകയും നമ്മുടെ സെൻസസ് വഴിയാണ്. നമ്മുടെ സ്പിരിച്വൽ സെൻസസ് പരിശുദ്ധാത്മാവ് വഴി നമ്മൾ ട്രെയിൻഡ് ആവുകയാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരുമെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എബ്രായ ലേഖനത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ തിരുവെഴുത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ജീവനും ചെയ്തുള്ളവരായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറും, പ്രാണനെയും ആത്മാവിനെയും വേർപിടിവിക്കുന്നവരെ തുളച്ചേരുന്നു. അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളുടെ ആത്മാവിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ വായിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളെ ട്രെയിൻ ചെയ്യുകയും നമ്മുടെ സെൻസസ് ട്രെയിൻഡ് ആവുകയും ചെയ്യുമ്പോൾ
നമുക്ക് പുതിയ നിയമത്തിലെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലത്തെ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ അനുസരണത്തിൻ്റെ കാര്യം അവിടെ പറയുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അനുസരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ഫ്രം ഈവിൾ എന്ന് പറയുന്നതും ആ ഒരു മനസ്സിലാക്കുന്നതിനെ പറ്റി ഞാൻ അല്ലെ? മനസ്സിലാക്കുന്നതിനെ പറ്റിയാണ്. സി ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം തെറ്റും ശരിയും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നമുക്കൊരു കൽപ്പനകൾ പറയാം, അതും ഈ നന്മ തിന്മകളെ പറ്റിയ വിഷയത്തോട് നന്മയും തിന്മയും തിരിച്ചറിയുന്നതാണല്ലോ. ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ല. ദൈവം തന്നെ വെളിപ്പെടുത്തി തരുന്നതിൽ കൂടി നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ സെൻസസിനെ ട്രെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാകുന്ന നന്മയും തിന്മയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സെൻസസിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ദൈവികമായിട്ടുള്ള നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് നീതിയുടെ വചനത്തിൽ നമ്മൾ ട്രെയിൻഡ് ആവുകയും ദൈവം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ തിരുവഴുത്തിനെ തിരിച്ചറിയുന്നതിനെ പറ്റി തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതപ്പം ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മൾ പോകുന്നതിന്റെ ആ ആ ക്ലോസ് ബന്ധത്തിൽ നടക്കുമ്പം ആ അറിയുക എന്ന് പറയുന്ന എക്സാക്ട്ലി കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദൈവവചനം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിൻഡ് ആകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും തന്നെയാണ് പറയുന്നത്. നമ്മളൊരു പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിന്നും കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന രീതിയിലേക്ക് ഒരു കുഞ്ഞ് വളരുന്നത് പോലെ തന്നെ നമ്മൾ ബേസിക് തിങ്സിൽ നിന്നും കൂടുതലായിട്ടുള്ള കട്ടിയായിട്ടുള്ള ആത്മീയ സത്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ സെൻസസ് ട്രെയിൻഡ് ആവും. അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മൾ ദൈവവചനം വായിക്കണം. അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഇല്ലുമിനേറ്റർ ആവണം. ഇപ്പോൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പ്രാർത്ഥിക്കും പറയുന്നുള്ളൂ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവർ വിളിയാനുള്ള ആശയെന്നും ഈ കാര്യങ്ങൾ മനസ്സിലാവണമെന്നും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ സെൻസസ് ട്രെയിൻഡ് ആയിട്ട് നമ്മൾ തിരുവെഴുത്തുകളെ മനസ്സിലാക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അനുസരിക്കുകയും നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ ബേസിക്കലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിനെ പറ്റി തന്നെയാണ്. ബ്രദറെ, കഴിഞ്ഞ ആഴ്ചത്തേലെ ഒരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ ഈ തിരശ്ശീല രണ്ടായി ചീന്തുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ തിരിച്ചു കിട്ടുന്നു. അപ്പം ഇതും മൂടുപടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മൂടുപടം ഹൃദയവും ആത്മാവിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അപ്പം ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? മൂടുപടവും മാറിപ്പോകുന്നതും. ഈ മൂടുപടം എന്നുള്ളത് മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ രണ്ടും വെയിലെന്ന് തന്നെയാണ്, തിരശ്ശീലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ വരുമ്പോഴാണ് ഈ മൂടുപടം എന്നുള്ള വാക്ക് വരുന്നത്. രണ്ടും ഇംഗ്ലീഷിലും അതിൻ്റെ ഒറിജിനലും വെയിൽ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വിശദീകരിക്കാം. ഈ ദൈവവും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റഡ് ആയപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിലൊരു തിരശ്ശീല വീണു, ഒരു കട്ടിയുള്ള തിരശ്ശീല. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഹൃദയ കാഠിന്യം, കട്ടിയുള്ളൊരു തിരശ്ശീല അല്ലെങ്കിൽ പാപഹൃദയം വന്നു. അതുകൊണ്ട് ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, മനുഷ്യൻ്റെ ഭാഗത്തും ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേവാലയത്തിലൊരു തിരശ്ശീല ഇട്ടിട്ട് അത് പ്രൂവ് ചെയ്യുകയാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സെപ്പറേഷനുണ്ട്, മനുഷ്യനുമായിട്ട് ദൈവത്തിലേക്ക് വരുത്താൻ കഴിയത്തില്ല. അന്നേരം ഇത് ആദ്യം മാറ്റുന്നത് ദൈവം തന്നെയാണ്. ദൈവം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദേഹം എന്നൊരു തിരശ്ശീലിൽ കൂടി യേശുക്രിസ്തു ശരീരയാഗം പൂർത്തീകരിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തെ പറ്റിയാണ് പറയുന്നത്. അവൻ്റെ ശരീരയാഗത്താൽ നാം എന്നേക്ക് വിശദീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തു ചെയ്തു. അന്നേരം അത് കൺഫേം ചെയ്തുകൊണ്ട് ദേവാലയത്തിൻ്റെ തിരശ്ശീല. അന്നേരം കർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള വർക്ക് കഴിഞ്ഞു അല്ലേ? കർത്താവിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ആ വർക്ക് കഴിഞ്ഞു എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടായിത്തീരണം? നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. കർത്താവിൻ്റെ ഭാഗത്തു നിന്നൊരു കാര്യം കഴിഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെക്കിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹൃദയത്തിൻ്റെ തിരശ്ശീല മാറിപ്പോകുന്നു. നമ്മൾ ദൈവവുമായിട്ട് അപ്പം മാത്രമേ ഒന്നായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗം കഴിഞ്ഞിട്ടില്ല, ആ തിരശ്ശീല അവിടെ കിടക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തിരശ്ശീല അവിടെ കിടക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞിട്ടും കാര്യമില്ല, ആ തിരശ്ശീല മാറിപ്പോയിട്ടില്ല. അന്നേരം യേശുക്രിസ്തുവിൻ്റെ ഒരു ഫിനിഷ്ഡ് വർക്കാണ് 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗം കഴിഞ്ഞു എന്നുള്ളതും. അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗം കഴിഞ്ഞതിന് ശേഷം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലൂ എന്ന് പറയുന്നുണ്ട്. അതേ കാര്യമാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിലേക്ക് അടുത്ത് ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് നമ്മൾ തിരിയുക, നമ്മൾ ആ ജീവൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുക,
ആത്മാർത്ഥതയോട് കർത്താവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളും നടക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം മോശ പഴയ നിയമ ആ കൽപ്പലകയും കൊണ്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിന് മുഖത്ത് ആ മൂടുപടം ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും? ഇല്ല. മോശയുടെ അതിനെപ്പറ്റി കൊരിന്ത്യനിൽ തന്നെ അത് പറയുന്നുണ്ട്, മുമ്പിൽ പറയുന്നുണ്ട്. മോശയുടെ മുഖത്ത് മൂടുപടം ഇട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. മോശയുടെ മുഖത്ത് അത് മൂടുപടം ഇട്ടത് ഒന്ന് ഇസ്രായേൽ മക്കൾ ആ തേജസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട്. തുടർന്ന് ആ കൊരിന്ത്യലേഖനം 3-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, അതിൻ്റെ 2-ാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ തേജസ് നീങ്ങിപ്പോകുന്നത് കാണാതിരിക്കാനാണെന്ന് പറയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. എന്നാൽ താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് മോശയുടെ മുഖത്തിട്ടിരിക്കുന്ന മൂടുപടമല്ല, പഴയ നിയമത്തിന് കീഴിലുള്ള ആൾക്കാരുടെ എല്ലാം ഹൃദയത്തിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു തിരശ്ശീല കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ തിരശ്ശീലയുടെ കാര്യം വേറെയാണ്. മോശയുടെ മുഖത്ത് കിടന്ന ആ മൂടുപടവും നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിൽ കിടക്കുന്ന മൂടുപടം, ഇല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഉടമ്പടിയുടെ കീഴിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ മുകളിൽ കിടക്കുന്ന മൂടുപടവും രണ്ടായിട്ട് തന്നെയാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിലുള്ള ആ തിരശ്ശീലയാണ് നീങ്ങിപ്പോകുന്നത്. ഓക്കെ ബ്രദറെ, ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇന്ന് കേട്ട മെസ്സേജ് നിങ്ങൾ വീണ്ടും ഒന്നുകൂടി കേട്ടു നോക്കുക. എന്നിട്ട്